ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ്, അതായത് അവസാനത്തെ ടെസ്റ്റിൻ്റെ ആദ്യത്തെ ദിനമായിരുന്നല്ലോ ഇന്ന്. ഇന്ത്യക്കാണ് ടോസ് ലഭിച്ചത്. ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. എന്താണെങ്കിലും ആദ്യ ദിനം അവസാനിക്കുന്ന സമയത്ത് 318-ന് 2 എന്ന് പറയുന്നൊരു നിലയിലാണ്, ഒരു നല്ല നിലയിൽ തന്നെയാണ് ആദ്യ ദിനം ഇന്ത്യക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചതെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഇതുവരെ ബാറ്റ് ചെയ്തിട്ടുള്ള ബാറ്റേഴ്സിനൊക്കെ ഭേദപ്പെട്ട നിലയിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഈ ഒരു മത്സരത്തിലെ അല്ലെങ്കിൽ ആദ്യ ദിനത്തിലെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യശസ്വി ജയ്സ്വാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ ഒരു സ്കോറിൽ ഇന്ന് ഇന്ത്യ എത്തിക്കാൻ കാരണമായത്. 173 റൺസാണ് 253 ബോളിൽ നിന്ന് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ജയ്സ്വാളിൻ്റെ ഒരു പ്രകടനത്തെ പറ്റി പറഞ്ഞതാണ്. അപ്പം ആദ്യം ഒരു പതുങ്ങിയ താളത്തിലൊക്കെ തുടങ്ങി, പിന്നെ ആ ഒരു അറ്റാക്കിംഗ് ഫോമിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ച് ആവേശം കൂടിപ്പോയോ, അങ്ങനെയാണ് അദ്ദേഹം ഔട്ടായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കാരണം പതുങ്ങിയ താളത്തിൽ തന്നെയാണ് തുടങ്ങിയത്. പിന്നീട് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചു. ഇടയ്ക്ക് കൂറ്റൻ അടികൾക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 22 ബൗണ്ടറീസൊക്കെ അടക്കമുള്ള ഒരു ഇന്നിങ്സാണ് ആദ്യ ദിനത്തിൽ ജയ്സ്വാളിൻ്റേത്. അതുപോലെ 68.38 എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ല സ്ട്രൈക്ക് റേറ്റും ഈ ഒരു ജയ്സ്വാളിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ 58-ൽ നിൽക്കുമ്പോഴാണ് ആദ്യത്തെ വിക്കറ്റ് നഷ്ടമാകുന്നത്. ഒരു ഭേദപ്പെട്ട രീതിയിലുള്ള തുടക്കം തന്നെയാണ് ഇന്ത്യ തുടങ്ങിയത്. പ്രത്യേകിച്ച് രാഹുൽ തന്നെയാണ് കുറച്ച് കൂടുതൽ ഷോട്ടുകൾ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രൈക്കൊക്കെ അദ്ദേഹത്തിനാണ് ലഭിച്ചത്. കൂടുതൽ റൺസും ആ സമയത്ത് സ്കോർ ചെയ്തത് രാഹുലാണ്. അപ്പോൾ രാഹുൽ 38 റൺസിനാണ് ഔട്ടാകുന്നത് 54 ബോളിൽ. ഇപ്പം അദ്ദേഹത്തിന് ഒരു പ്രകടനം പറയുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ഓവറിൽ ഇപ്പം ക്യാരി പേറെ ഒരു നല്ല സിക്സർ അടച്ചു. അത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വന്നിട്ട് അടിച്ചാണ്. അതുപോലത്തെ ഒരു ട്രൈ ആണ് ഇപ്പം വാരിക്കാൻ്റെ ഓവറിലും അദ്ദേഹം ട്രൈ ചെയ്യാൻ നോക്കിയതെന്ന് തോന്നുന്നു. പക്ഷേ ഉഗ്രൻ ബോളിങ്, ഉഗ്രൻ ടേണാണ്. അത് രാഹുലിന് പിടുത്തം കിട്ടിയില്ല. അത് കീപ്പർ പിടിച്ചു, സ്റ്റംപ് ചെയ്ത് ഔട്ടാകുകയായിരുന്നു. അതിനുശേഷമാണ് സായ് സുദർശൻ വരുന്നത്. പിന്നീട് സായ് സുദർശനും ജയ്സ്വാളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു മത്സരത്തിൽ ഒരു ഉഗ്രൻ പാർട്ട്ണർഷിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. 193 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ മത്സരത്തിൽ അത്രമേൽ തിളങ്ങാൻ കഴിയാതെ പോയിട്ടുള്ള 2 താരങ്ങളാണ് ജയ്സ്വാളും സായ് സുദർശനും. ഒട്ടും തന്നെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ തമ്മിലാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും വലിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സായ് സുദർശന് സെഞ്ചുറി നഷ്ടമായി എന്നുള്ളതാണ്. കാരണം 87 നിൽക്കുന്ന സമയത്താണ് വാരിക്കാൻ തന്നെ അദ്ദേഹത്തെ ഔട്ടാകുന്നത്. ഇവിടെയും ഒരു ഉഗ്രൻ ടേണാണ്. അത് LBW ആയി പോവുകയായിരുന്നു. DRSനൊക്കെ പോയെങ്കിലും ബലം ഉണ്ടായില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അവസാനിക്കുന്നത്. ശേഷം ഗില്ല് വന്നു. ഗില്ലിപ്പോൾ കുറച്ച് ബോളുകളെ ഫേസ് ചെയ്തിട്ടുള്ളൂ. 68 ബോളിൽ നിന്ന് 20 റൺസുമായിട്ടാണ് അദ്ദേഹം ക്രീസിലുള്ളത്. ആദ്യ ദിവസത്തെ ഹൈലൈറ്റ് ഉറപ്പായിട്ടും ജയ്സ്വാൾ തന്നെയാണ്. ഇപ്പം ജയ്സ്വാൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അവസാനമായ സമയത്ത് മത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൻ്റെ അവസാനമായിട്ടുള്ള സമയത്ത് അദ്ദേഹം കൂറ്റനടികൾക്ക് പോലും ട്രൈ ചെയ്യുന്നു. കാരണം ഒരു ദിനം മുഴുവൻ നിന്ന് ബാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ജയ്സ്വാൾ വാട്ട് എ പെർഫോമൻസ്. അദ്ദേഹത്തിന് ഒരു ഡബിൾ സെഞ്ചുറിയൊക്കെ നാളെ ഫസ്റ്റ് സെഷനിൽ തന്നെയൊക്കെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ആദ്യത്തെ മത്സരത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമായിട്ടാണ് തോന്നിയത്. പക്ഷേ വിക്കറ്റ്സ് നേടിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വിക്കറ്റ്സ് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ വാരിക്കൻ്റെ 2 വിക്കറ്റ്സ് ഇല്ലായിരുന്നെങ്കിൽ കളി കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോയേനെ. അതാണ്, വിക്കറ്റ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിവേ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പം ഇന്ത്യക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നാളെ അതെങ്ങനെ വരും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നാളെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമോ, ഇന്ത്യ ഒരു സ്കോർ അടിച്ച് ഡിക്ലെയർ ചെയ്യുമോ, അതോ ഇന്ത്യയെ ഇനി ഓൾ ഔട്ട് ആക്കാൻ വെസ്റ്റ് ഇൻഡീസിന് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നാളത്തെ മത്സരം കണ്ടതിന് ശേഷം മാത്രം പറയാം. അപ്പം എന്താണ് ഈ ഒരു മത്സരത്തിലുള്ള ഒരു ഒപ്പീനിയൻ? തീർച്ചയായും കമ്പോസ് ചെയ്യാൻ